4.5 മാസത്തെ അടച്ചിടലിന് ശേഷം വയനാട് പേര്യ നെടുംപൊയിൽ ചുരം റോഡ് തുറന്നു എന്നൊരു വാർത്തയാണ് പ്രേക്ഷകർ അറിയിക്കാനുള്ളത്. കാലവർഷത്തിൽ വിള്ളലുണ്ടായ ഭാഗത്തെ റോഡ് പുനർനിർമ്മിച്ചാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വയനാട്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ ദുരിതത്തിന് ഇതോടെ താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. കാലവർഷത്തെ തുടർന്നുണ്ടായ വിള്ളലാണ് ചുരം റോഡ് അടയ്ക്കാൻ കാരണം. പിന്നീട് കണ്ടത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശക്തമായ പ്രതിഷേധം. ഒടുവിൽ 4.5 മാസത്തിന് ശേഷം ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ആകും വിധം ചുരം റോഡ് തുറന്നു. നാട്ടുകാർക്ക് ആശ്വാസം. ഞങ്ങളൊരു അഹങ്കാരമായിരുന്നു പേരിയ ചുരം. കാരണം മറ്റ് ചുരങ്ങളെല്ലാം തകരുമ്പോഴും ആ തകരുന്ന ഘട്ടത്തിൽ പേരിയ ചുരത്തിന് ഒരിക്കലും ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തോട് അന്ന് തന്നെ നമുക്കും ചെറിയ വിള്ളലുണ്ടായി. ആ വിള്ളലുണ്ടായപ്പോൾ വിദഗ്ധ സമിതിയും വിദഗ്ധ സംഘാലം പരിശോധിച്ചപ്പോൾ വലിയ സോയിൽ പൈപ്പിംഗ് അടക്കം നടന്നു എന്നത് സംബന്ധിച്ച് പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പിന്റെയും MLA-മാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് 4.5 മാസക്കാലം കൊണ്ട് ഇതിന്റെ പണി ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചത് പണി സ്പീഡാക്കാനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രൂപത്തിൽ നടത്താനും പേരിലുള്ളവരും അതേപോലെ തന്നെ 29 താഴെയുള്ള മുഴുവൻ ജനങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നല്ല രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ട്. പായസം വിതരണം ചെയ്ത് റോഡ് തുറക്കൽ നാട്ടുകാർ ആഘോഷമാക്കി. ഭാരവാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. ടാറിംഗ് പ്രവൃത്തി പിന്നീട് നടത്തും. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നയിടത്ത് 80 മീറ്ററിലധികം ഭാഗത്താണ് വിള്ളലുണ്ടായത്. ഇതോടെ ജൂലൈ 30-നാണ് റോഡ് പൂർണ്ണമായും അടച്ചത്. കൊട്ടിയൂർ പാൽച്ചുരം വഴിയായിരുന്നു കണ്ണൂർ മാനന്തവാടി യാത്രയ്ക്കുള്ള ആശ്രയം. 24 വയനാട്.